ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് KFC ആണ്. കഴുകി വെച്ചിട്ടുണ്ട് 1 കിലോ ചിക്കൻ. അപ്പോൾ അത് തീരെ വെള്ളം ഉണ്ടാകാൻ പാടില്ല. ഇതേപോലെ അരിപ്പത്തട്ടിലിട്ടിട്ട് വെക്കണം. പിന്നെ അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്, കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്, ഒരു ചെറുനാരങ്ങ ചേർക്കണം. പിന്നെ അതിലേക്ക് ചെറുനാരങ്ങ ചേർത്തതിന് ശേഷം അതിലേക്ക് സോൾട്ട് ചേർക്കണം. എല്ലാം കൂടി ഒന്ന് മിക്സാക്കി വെക്കണം. ഒരു 1 അവർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 അവർ അല്ല, കൂടുതൽ സമയം വെച്ചതിന് അത്രയും നല്ലതാണ്. പക്ഷെ ഞാൻ 1 അവർ വെച്ചിട്ടുള്ളൂ. അപ്പോൾ 1 അവർ കഴിഞ്ഞിട്ട് ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഓട്സും മൈദപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പക്ഷെ ഓട്സ് കുറച്ച് കുറവായതുകൊണ്ട് അത്രയേ ചേർത്തിട്ടുള്ളൂ. പിന്നെ അപ്പോൾ എല്ലാവർക്കും ആവശ്യത്തിനുള്ള ഓട്സ് അതിൽ ചേർക്കാം. അതിലേക്ക് മുളക് പൊടി, കുരുമുളക് പൊടി, സോൾട്ട് എല്ലാം കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് പിന്നെ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് പിന്നെ ഒരു മുട്ട, പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുരുമുളക് പൊടി, മുളക് പൊടി, എല്ലാത്തിലും കുരുമുളക് പൊടി, മുളക് പൊടി എന്ന് ചേർക്കേണ്ടത്. പിന്നെ ഈ മൈദ ഓട്സിലും ഈ മുട്ടയിലും എല്ലാം കുരുമുളക് പൊടിയും മുളക് പൊടിയും തന്നെ ചേർക്കേണ്ടത്. എനിക്ക് ഇതേപോലെ നല്ലോണം മിക്സാക്കിയിട്ട് ഇതെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഓരോരുത്തരെ മുക്കിയിട്ട് എടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് എടുക്കുക ചെയ്യുക. പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഞാൻ ഇത് ഫുള്ളായിട്ട് ആ ചിക്കനിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് അതിനെ മിക്സാക്കിയിട്ട് എടുക്കുക ചെയ്യുന്നത്. കാരണം ഇതാകുമ്പോൾ എളുപ്പപ്പണിയാണ്, മറ്റേത് ഓരോന്നോരോന്ന് എടുക്കണ്ടേ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ എന്നിട്ട് ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് നമ്മൾ നേരത്തെ മൈദപ്പൊടി ഓട്സില്ല അതിലേക്ക് ഇതേപോലെ മിക്സാക്കിയിട്ട് എടുക്കുക. ഓരോന്ന് കോട്ടിങ് ചെയ്തിട്ട് എടുക്കുക. ഓക്കെ. പിന്നെ ഇത് നല്ല ടേസ്റ്റ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ നല്ല ടേസ്റ്റുള്ള ഇതാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം ഇൻഷാ അല്ലാഹ്. പിന്നെ ഇത് ഓരോന്നോരോന്നായിട്ട് ഇതേപോലെ എടുത്ത് വെക്കുക. ഇതെല്ലാം പിന്നെ ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി അടുപ്പത്ത് ഒരു പാൻ വെക്കുക. എന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ നല്ലോണം തിളച്ചതിന് ശേഷം മാത്രമേ ഇതിടാവൂ. കാരണം ഇത് ക്രിസ്പി ആയിട്ട് കിട്ടേണ്ട സാധനം. നല്ലോണം തിളച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് ഈ ചിക്കൻ ഇടുക. നല്ല ടേസ്റ്റി സാധനം. കുറേ പണിയൊന്നുമില്ല, പെട്ടെന്ന് എളുപ്പ പണിയാണ്. കാരണം ഒരു കുരുമുളക് പൊടിയും മുളക് പൊടിയും ഓട്സും മൈദയും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് KFC റെഡിയാക്കാം. ഒരു കുഴപ്പമില്ല, പെട്ടെന്ന് നന്നാവുന്ന കാര്യം ഇത്. എൻ്റെ സൗണ്ടിന് കുറച്ച് ഒരു വ്യത്യാസം കാണും, ഒന്നും ആരും കാര്യമായിട്ട് എടുക്കരുത്. എനിക്ക് തണുപ്പെല്ലാം പിടിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ്. ഓക്കെ. ചിക്കൻ ഇങ്ങനെ പൊരിഞ്ഞ് വരുന്നുണ്ട്, ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി സാധനം, നല്ല ക്രിസ്പി ആയിട്ട് മുരുമുരാന്ന് ഇരിക്കുന്നുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളും കൂടി പറയേണ്ടതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കുബൂസും മയോണീസുമാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ ഹോം മെയ്ഡ് തന്നെയാണ്. കുബൂസിൻ്റെ അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം, അതിൻ്റെ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി. പിന്നെ മയോണീസ് ഇവിടുന്ന് ഉണ്ടാക്കിയതാണ്, നല്ല തിക്കായിട്ടുള്ള മയോണീസ്. അതിൽ കുരുമുളക് പൊടിയും പിന്നെ ചില്ലി ഫ്ലെക്സും എല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കിയതാണ്. അത് ഞാനൊരു വീഡിയോ ആക്കിയിട്ടിടാം. ഇൻഷാ അല്ലാഹ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.